ഈ വീണ തൈക്കണ്ടിയുടെ കള്ളപ്പണ ഇടപാട്, അതല്ലെങ്കിൽ ഹവാല ഇടപാട്, ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ CPM ഇറങ്ങുമ്പോഴും അവരുടെ മുന്നിൽ ഇതെങ്ങനെ ന്യായീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് വലിയ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കും. മാത്രമല്ല, ഇത് ന്യായീകരിക്കാൻ ഇറങ്ങുന്ന പല ആളുകൾക്ക് ഇതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ലെന്നാണ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇന്നലെ ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് അവറിലാണെന്ന് തോന്നുന്നു ഈ MV ഗോവിന്ദൻ ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് പ്രതികരിക്കുന്നതിൻ്റെ ഓരോ അവസരത്തിലേതും കാണിക്കുന്നുണ്ട്. അതായത് ആദ്യം നമ്മുടെ ഈ മെയ് 27 ആക്രമണം. ഈ ആക്രമണത്തിന് ശേഷം അദ്ദേഹം പ്രതികരിച്ചത്, ഇത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, പാർട്ടിയെ ബാധിക്കുന്ന വിഷയമല്ല, ഇത് ഒരു വീണ എന്ന വ്യക്തിയാണ്, അത് പാർട്ടിയെ ഒരിക്കലും നേരിട്ട് ബാധിക്കുന്നതല്ല എന്നാണ്. അതിന് മുമ്പ് പക്ഷേ ഇയാൾ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ നേതാവിനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയപരമായി നേരിടും. ഇപ്പം വീണ്ടും ഈ ആക്രമണത്തിന് ശേഷം തള്ളിപ്പറഞ്ഞ MV ഗോവിന്ദൻ വീണ്ടും ഇവർക്ക് അനുകൂല നിലപാടുമായി രംഗത്ത് വന്നു. അത് ഗവൺമെന്റിന്റെ സ്വന്തം നിലപാടല്ല. പിണറായി വിളിച്ച് പറയുമല്ലോ, പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ നിയോഗിച്ച് ചേർത്ത് അവിടെ ഇരിക്കുന്നത് വല്ലതും ചെന്ന് പറയാന്ന് പറഞ്ഞാണ്. അതാണ് അന്ന് അസംബ്ലിയിൽ ബാലഗോപാൽ പിണറായിയെ ചാടിച്ചില്ലേ, അതിന്റെ വേറെ പതിപ്പാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. താൻ മായം പൊട്ടിയിരിക്കാൻ ചെന്ന് വല്ലതും പത്രക്കാരടുത്ത് പറയാം, എനിക്ക് അനക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞാണ്. അദ്ദേഹത്തിനെ കാണാനുമില്ല. എന്താണെങ്കിലും ഇതിനകത്ത് ഇവരെത്ര ന്യായീകരിച്ചാലും പെടാൻ പോകുന്നത് എവിടെയാണ് പറയാം. ഇവരിപ്പോൾ പറയുന്നു വീണ തൈക്കണ്ടി 85 ലക്ഷം രൂപ, അതായത് എത്ര, 3.45 ലക്ഷം ദിർഹം ദുബായിലേക്ക് കൊണ്ടുപോയി. അത് ലേക്കർ ഇന്ത്യ കമ്പനിയുടെ ഇത് മുഖേനയാണ്. അപ്പോൾ ഈ ലേക്കർ ഇന്ത്യ കമ്പനിക്ക് ഒരിക്കലും തുറക്കാത്ത ഒരു ഓഫീസും അതിൽ കൊണ്ടുവന്ന് ഒരു കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ട് എടുത്ത് ലേക്കർ ഇന്ത്യ കമ്പനി എന്ന് ഒട്ടിക്കുകയും ചെയ്തിരിക്കുന്നതിന് ഒരു GST നമ്പറും ഉണ്ട്. കടലാസ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഇവരെങ്ങനെ ഇതിനെ ന്യായീകരിക്കും? അത് നമ്മുടെ അലങ്കാരങ്ങളില്ലാത്ത ഓഫീസ്. അതെ, അതായത് സ്വന്തമായിട്ട് ഒരു ഓഫീസ് ചുമ്മാതൊരു മുറി വാടകയ്ക്ക് എടുത്ത് പൂട്ടിയിട്ടിട്ട് അതിന് വാടക കൊടുത്തുകൊണ്ട് ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ തന്നെ പറഞ്ഞ വാടക കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ആരും വരുന്നതായിട്ട് ഞങ്ങൾ അത് രസം എന്താന്ന് ചോദിച്ചാൽ 2 പേര് ചേർന്നുള്ള ഒരു കമ്പനിയാണ്. വീണയും ഡോക്ടർ അനീസ് കോടമ്പത്തും ചേർന്നുള്ള കമ്പനിയാണ്. ഈ കമ്പനിയിൽ പാർട്ട്ണർഷിപ്പ് കമ്പനിയാണെങ്കിൽ ആ ഇതെടുക്കുമ്പോൾ, ഇതിൻ്റെ വാടക ചീട്ട് എഴുതുമ്പോൾ ഒന്നുകിൽ 2 പേരുടെയും പേരിലാവും ഇത് എഴുതുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ 2 പേരും ഒരാൾ മറ്റൊരാളെ ഇത് എഴുതുന്നതിനായിട്ട് ഈ 2 പേർക്കും വേണ്ടി എഴുതും. പക്ഷേ ഇവിടെ അനീസിൻ്റെ പേരിൽ മാത്രമാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് മറ്റേയാൾ ചുമതലപ്പെടുത്തിയിട്ടാണെന്നൊന്നും എങ്ങും പറയുന്നു. കാരണം വീണയ്ക്ക് നിയമമൊന്നും ബാധമല്ലായിരുന്നല്ലോ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, കഴിഞ്ഞ 2 സർക്കാരുകളെ. കാരണം ഇതിനകത്ത് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ ന്യായമായിട്ടും ഈ 3ാം തുടർഭരണം 3ാം തവണയും പിണറായി വരും എന്ന് തന്നെ വിചാരിച്ചു. ഈ ദിവസങ്ങളൊക്കെ തന്നെ ചിന്താ ജെറോമിൻ്റെ പഴയ ഒരു ബൈറ്റ് പോകുന്നത്, ചിന്താ ജെറോം ഒരു സംഘം വിദ്യാർത്ഥികളെ യുവാക്കളെ ചുറ്റിനെത്തിയിട്ട് പറയുന്നു, 3ാം ഭരണം ഞങ്ങൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ വീട് തോറും നടത്തിയ ഞങ്ങളുടെ പ്രവർത്തകർ നടത്തിയ സർവേയിൽ കാര്യം കൂടുതൽ വെളിവായിട്ടുണ്ട്, ഞങ്ങൾ 3ാം ഭരണം വരുമെന്നാണ്. ആ ഒരു വിശ്വാസം അങ്ങ് ഇരുന്നു പോയി. To make the possible impossible and wonderful of the possible things tomorrow to എന്താണോ അത് അവർ പറഞ്ഞതെന്ന് ഇപ്പോഴും എനിക്ക് ഇതുവരെ മനസ്സിലായി. മറ്റേ പപ്പുവിന്റെ കഥാപാത്രമല്ലേ, താൻ ആരാണെന്ന് ഞാൻ ആരാണെന്ന് താനെന്നും പറയില്ല, അതുപോലെ തന്നെയാണ്. അപ്പൊ ഇവിടെ ഇവർ കുടുങ്ങിപ്പോയേക്കുന്നത് ഈ കടലാസ് കമ്പനി. ഈ കടലാസ് കമ്പനി, അങ്ങനെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഒരു നല്ല ബോർഡെങ്കിലും അടിച്ചു വെക്കാം. അപ്പോൾ ഇതൊരു ബോർഡ് പോലും വെക്കാതെ ഒരു ഒറ്റമുറി കട വാടകയ്ക്ക് എടുത്ത് അതിലൊരു പേപ്പറിൽ എഴുതി ഒട്ടിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സാധനം നല്ല ഒന്നാന്തരം ഉടായ്പാണ്. മാത്രമല്ല റിസർവ് കമ്പനീസിൽ കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടത്. റിസർവ് കമ്പനീസിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കമ്പനി അവിടെ ഇല്ല. റിസർവ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്യണം നമ്മുടെ നാട്ടിൽ ഒരു കമ്പനി തുടങ്ങുമ്പോൾ. അത് കേന്ദ്ര സർക്കാരിൻ്റെ വളരെ കർശനമായ നിയമമാണ്. മാത്രമല്ല കമ്പനി നിയമങ്ങൾ എന്ന് പറയുന്നത് വളരെ നമുക്ക് കൃത്യമായി തന്നെ നടപ്പാക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ. കമ്പനി രജിസ്റ്റർ, അവിടെ റിസർവ് കമ്പനീസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെടാത്തൊരു കമ്പനി വിദേശത്തേക്ക് പണം അയക്കുക എന്ന് പറയുമ്പോൾ ഇവർ ആരുടെ അനുമതി വെച്ചുകൊണ്ട് പൈസ അല്ല, അപ്പോൾ അവരതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചാണ് അയച്ചത് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നയതന്ത്ര ചാനൽ വഴി കറൻസി നോട്ട് കടത്തിയെന്ന് പറഞ്ഞത് സ്വപ്ന സുരേഷ്. പക്ഷെ സ്വപ്ന സുരേഷിനെ അതിനു മുമ്പ് തന്നെ ഒരു നുണച്ചിയാക്കി ഇവർ സ്ഥാപിച്ചെടുത്തിരുന്നു. അതിനൊരു ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ ഒരു നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്. അയാളെ ഡയറക്റ്റ് കയറി ആക്രമിച്ചാൽ ഭയങ്കര ക്ഷീണം ഉണ്ടാവും. കേന്ദ്ര ഏജൻസിക്കാണെങ്കിലും ഈ പറയുന്ന സംസ്ഥാന ഏജൻസികൾ നോക്കുകയല്ലോ. അങ്ങനെ കേന്ദ്ര ഏജൻസികൾ
അങ്ങേരെ ആക്രമിക്കാനല്ല, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ മടിച്ചു നിന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതിനൊപ്പം തന്നെ ഇവരുമായിട്ടുള്ള ഒരു ധാരണയും. അപ്പം ഈ ഇത് അന്തർധാര സജീവമായിരുന്നല്ലോ. BJP സർക്കാർ തീരുമാനിച്ചത് ഞങ്ങളുടെ അജണ്ടകൾ കേരളത്തിൽ നടപ്പാക്കാൻ ഒരു ഏജൻസി അങ്ങനെ രീതിയിൽ മൊക്കോട്ടെ എന്ന്. ഇപ്പോൾ BJPക്ക് ഏകദേശം കാര്യം മനസ്സിലായി. ഇനി ഒരു 10 കൊല്ലത്തേക്ക് ഇവർ ഇവിടെ വരത്തില്ല. കാരണം എത്രത്തോളം മോഷ്ടിക്കാമോ അത്രത്തോളം മോഷ്ടിച്ച് എത്രത്തോളം ഈ നാടിനെ കുട്ടിച്ചോറാക്കാവോ അതെല്ലാം ആക്കി ഇവിടുത്തെ ജനം ഇത് തിരിച്ചറിഞ്ഞത് വിവരം അവർക്ക് പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്നേരമാണ് ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി, ഈ കമ്പനിക്ക് ഒരു ഉഡായിപ്പ് റൂം, ഒരു പേപ്പറിൽ ഒട്ടിച്ച അഡ്രസ്സ്, ഇതിനെയാണ് നമ്മൾ ചോദിക്കുന്നത്, സഖാക്കന്മാരോട് ചോദിക്കുന്നത് ഇതിനെയാണ്. ഇത് കണ്ടിട്ടാണോ നിങ്ങൾ ന്യായീകരിക്കുക? മാത്രമല്ല തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ അനുമതിയില്ല അവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്താൻ. ഇല്ല, അത് അങ്ങനെ ഒരു ലൈസൻസ് ഇല്ല, അല്ല എടുത്തിട്ടില്ല. അത് നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ലൈസൻസ് എടുക്കുന്നതിന് ഓരോന്നിനും ഓരോ മാർഗനിർദ്ദേശം. അപ്പോൾ നമ്മൾ ലൈസൻസ് എടുക്കുമ്പോൾ അവിടെ എത്ര സ്റ്റാഫുണ്ട്, അവരുടെ വിവരം കൊടുക്കണം. ഇതിൻ്റെ സ്വഭാവം എന്താണ് ഈ സംഭവം, അത് ഇന്നതാണ്. അപ്പോൾ ഇതാരുടെ പേരിലാണ്, ഇന്നയാളുടെ പേര്. അപ്പോൾ നമ്മളവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കണമെന്ന് ചോദിച്ചാൽ ആ വസ്തുവിൻ്റെ കരമടച്ച രസീത് വരെ കൊടുക്കണം. ആ മുറിയുടെ പിന്നെ കെട്ടിട നികുതി അടച്ച രസീത്, കുടിശ്ശിക ഉണ്ടാകാൻ പാടില്ല, എങ്കിൽ മാത്രമേ ഇത് നമുക്ക് പുതുക്കി തരത്തുള്ളൂ. ഇത് വേണം. പിന്നെ ഇനിയും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വിഷയത്തിൽ പരിധിയിൽ, അതായത് കെമിക്കൽ ലാബുകൾ, ക്ലിനിക്കൽ ലാബുകൾ, ക്ലിനിക്സ് ഇങ്ങനെയുള്ളതാണെങ്കിൽ അവർക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കം വേണം. അങ്ങനെയാണ് ഒരു റൂമിന് കൊടുക്കുക. അപ്പോൾ ഇത് എത്ര വർഷത്തേക്കാണ് ഇതിൻ്റെ കാലാവധി? അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ വാടക ചീട്ടി പറഞ്ഞിരിക്കുന്ന കാലാവധി വരെ അവർ ലൈസൻസ് തരും. അങ്ങനെയുണ്ട്, ആ കാലാവധി അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വാടക ചീട്ട് പുതുക്കിയ ശേഷം ഈ പുതുക്കിയ വാടക ചീട്ടും പഴയ രസീതുമായിട്ട് പോകുമ്പോൾ അവരിതോട് ആഡ് ചെയ്ത് നീക്കി കൊടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. ഞാൻ സ്ഥാപനം നടത്തിയിട്ടുള്ള ആളായിരുന്നു, അതുകൊണ്ട് അറിയാം, അനുഭവമുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ വീണയ്ക്ക് നിയമം ബാധകമല്ലല്ലോ. പിണറായിയുടെ കൊണ്ട് തൈക്കണ്ടി ഫാമിലിക്ക് നിയമം ബാധകമാണ്, പിണറായി ഭരിക്കും. അപ്പൊ ഇവരിത് മാത്രം, അപ്പം ഇതിന്റെ ഒരു ദുരൂഹത മാത്രം നീക്കി തന്നാൽ മതി, ഇവർ പറയുന്ന എന്തും നമ്മൾ വിശ്വസിക്കും. ഈ പെട്ടിക്കടയിൽ അല്ലെങ്കിൽ ഈ തട്ടുകട പോലത്തെ ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഒരു മൾട്ടിനാഷണൽ ബിസിനസ് നടത്തുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്താരെങ്കിലും വിശ്വസിക്കും. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല ഈ പറഞ്ഞോ ഈ അനീസ് എന്ന് പറഞ്ഞ ഡോക്ടറെ മറ്റാണെന്ന് തോന്നുന്നു, അയാൾക്ക് വേറെ പണിയുണ്ട്. പണി ഇല്ലാത്ത വീണയ്ക്കാണ്, ഒരു വീണ വർഷം അങ്ങോട്ട് പോയിട്ടില്ല. അല്ലെ, അനീസ് എന്തിനു വേണ്ടിയാണ് ഇത് വാടകയ്ക്ക് എടുത്ത? ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടറാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആണെങ്കിൽ അതിനു വേണ്ടിയാണോ അദ്ദേഹം വാടകയ്ക്ക് എടുത്തതെന്ന് പോലും അറിയില്ല. എന്തായാലും ഈ ലേക്കർ ഇന്ത്യ കോർപ്പ് ഇല്ലേ, പേരൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ഇല്ലാത്ത കമ്പനിയായിരുന്നു ഏത്, എക്സാലോജിക്. കുറച്ചു കാലം ഒരു കെട്ടിടത്തിൽ പ്രവർത്തിച്ചു അല്ലേ? അതെ, പ്രവർത്തിച്ചു, അത് നിന്നു പോവുകയും ചെയ്തു. ഇങ്ങേരുടേതും ഈ പറഞ്ഞതും ഇത് എങ്ങും പ്രവർത്തിച്ചില്ല. കഴിഞ്ഞ ദിവസം പിന്നെ റിയാസ് പറഞ്ഞത്, എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, ഭയങ്കര മിടിക്കുകയാണ്, ഭയങ്കര അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ഭയങ്കരമായ കഴിവുള്ള ഒരു സംരംഭക സ്ത്രീയാണെന്നാണ്. തുടങ്ങിയ സാമാനം മുഴുവൻ പൂട്ടിയ ആളാണല്ലോ സംരംഭക. അല്ല, ഈ സംരംഭക എവിടെയാണ് പഠിച്ചതെന്നൊന്ന് അന്വേഷിക്കും. അതെ, അതായത് സ്വാശ്രയ സമരം നടത്തി ഇവിടെ പള്ളക്ക് വെടിയുണ്ട കിട്ടിയ 4-5 പേരെ കൊല്ലുകയും ചെയ്തു, വെടിയേറ്റ് മരിക്കുകയും പുഷ്പൻ അവിടെ കിടക്കുകയും ചെയ്തതാണ്. അപ്പോൾ സ്വാശ്രയ സമരത്തിനെതിരെ, സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്ത് രക്തസാക്ഷികളെ സൃഷ്ടിച്ച് ലാത്തിയടിയും വാങ്ങി കൂട്ടിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്ന പിണറായി വിജയൻ്റെ മകൾ 2000 കാലഘട്ടത്തിൽ മാതാ അമൃതാനന്ദമയുടെ എയ്ഡഡ് സ്വാശ്രയ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ മേടിച്ചുകൊണ്ട് പോയി ബെർലിൻ കുഞ്ഞനെന്ന നേരെ അതിൽ എൻട്രൻസ് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് എൻട്രൻസ് ഇല്ലാതെ തന്നെ കയറ്റിവിട്ട ആളാണ്. എന്നിട്ടാണ് ഇവര് ഈ തള്ളു തള്ളുന്നത്. ഇതിനൊക്കെ ഈ മേഖലയിൽ പുള്ളിക്കാർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഈ അവിഹിത സമ്പാദ്യങ്ങളെല്ലാം തന്നെ ഫലപ്രദമായി നടപ്പാക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായും വിജയിച്ചിട്ടുമില്ല. ഇപ്പോഴും പലതും ചോദിക്കും, അനക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ഈടിക്കാർ ചോദിക്കും, അറിയില്ല, അവർക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇത് പിണറായി വിജയനും അറിയില്ല. പിന്നെ ആരാ ഇതിന്റെ പിന്നിൽ ആരാണുള്ളതെന്നാണ്. പിന്നെ അതിനകത്ത് ഇവരിറത്തുന്ന ഏറ്റവും ബാലിശമായ വാദം, പിന്നെ വീണയും റിയാസും കല്യാണം കഴിച്ചിട്ട് ഇത്ര കാലമേ. അതിനു മുമ്പ് എങ്ങനെ റിയാസിന്റെ അക്കൗണ്ട് വഴി പണം മാറില്ല? അത് ഒന്ന് അന്വേഷിച്ച് നോക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ മാറും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമുണ്ട്. എന്താണെങ്കിലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, വീണ വിജയൻ പറയുന്നതും പിണറായി വിജയൻ പറയുന്നതും കള്ളത്തരമാണെന്നും ഇവർ
കോടിക്കണക്കിന് രൂപ ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ടെന്നും ഉള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ഒറ്റമുറി വാടക കട. ഒറ്റമുറി കട, ഒരു കടലാസിൽ എഴുതി ഒട്ടിച്ച പേപ്പർ എഴുതി ഒട്ടിച്ച ആ ഒരു കട. വേറെ ഒന്നും നിങ്ങൾ ന്യായീകരിക്കേണ്ട എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കട അവിടെ വന്നു, ഇങ്ങനെ ഒരു കമ്പനി അവിടെ വന്നു, ആ കടമുറിയിൽ ഒരു കമ്പനി വന്നു, എന്തുകൊണ്ട് ആ കമ്പനി പ്രവർത്തിച്ചു, എന്തിന് ഇവരെ രഹസ്യമായിട്ട് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കി, ഒരു കടമുറി എടുത്ത് ഇങ്ങനെ എഴുതി വെച്ചു, ആരെ കാണിക്കാൻ, ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇതിന് മാത്രം മറുപടി കിട്ടിയാൽ മതി. തുറക്കാത്തൊരു കമ്പനി, അതെ, അടഞ്ഞു കിടക്കുന്ന ഒരു കമ്പനി, ആപ്പീസ് പൂട്ടിയ ആപ്പീസ്, ഇതിന് മാത്രം മറുപടി തന്നാൽ മതി. വേറെ ഒന്നിനും നിങ്ങൾ തരണ്ട. ഞങ്ങൾ ഇതിനകത്ത് നിന്ന് നമ്മൾ 2 ദിവസം കൊണ്ട് കാരണഭൂതനൊന്നും മിണ്ടുന്നില്ല. ഇല്ല, കാരണഭൂതന് മിണ്ടാൻ പറ്റത്തില്ല. അതിനൂടെ കൂടി നമ്മുടെ ഈ അടിമ കമ്മികൾ വന്ന് കിടന്ന് കരഞ്ഞ് വിളിക്കുന്നുണ്ട്. പിന്നെ ഗോവിന്ദ മാഷ് കോമഡി പറഞ്ഞ് വേറെ വിട്ടുണ്ടായി. കോഴിക്കോട്ട് ഇതുപോലെ ഇത് വിളിച്ചു, പ്രതിഷേധത്തിന് ആളെ വിളിച്ചു കൂട്ടി. അതെ അതെ, മാർച്ച്. ആരും ചെന്നില്ല എന്ന് ചോദിച്ചാൽ എല്ലാവരും വിട്ടു, ഞങ്ങൾക്ക് പറ്റത്തില്ല. അതൊരു ദയനീയ പരാജയമാണെന്ന് പാർട്ടി തന്നെ വിലയിരുത്തി. അവിടെ നടന്ന പ്രകടനം 4-3-7 ആളെ ഉള്ളൂ എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അത് എന്തിനാണ് ഇങ്ങനെ നാണം കെടാൻ നിൽക്കുന്നത്? അപ്പോൾ ഇന്നലെ MR അഭിലാഷ് ഒരു ചർച്ചയിൽ പറയുന്നുണ്ട്, അഡ്വക്കേറ്റ്, ഇത് പിന്നെ EDയോട് തുറന്നു പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി, ഞങ്ങളിങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 3 ഇരട്ടി പിഴ അടച്ചാൽ മതി, ഇത് രഹസ്യമായിട്ട് തന്നെ അവർ ഒത്തുതീർപ്പാക്കി വിടുമെന്നാണ്. നിങ്ങൾ ഇത്ര പിഴ അടച്ചാൽ മതി, ഒത്തുതീർപ്പാക്കി വിടും. ഇവരിവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ EDയെ തെറി പറയുന്നു, EDയെ ആക്രമിക്കാൻ പോകുന്നു, EDയെ ഏതൊക്കെ രീതിയിൽ ഹരാസ് ചെയ്യാമോ അതിനെല്ലാം പോകുന്നു. അങ്ങനെ വരുമ്പോൾ ED വിചാരിക്കുന്നത് എന്താണ്? എന്നാൽ ഇനി ഇവനെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല. അല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 84 ലക്ഷം രൂപ 3 ഇരട്ടി അടയ്ക്കണമെന്ന് ഒരു 2.5 കോടി നിസ്സാരമാണ്. പിണറായി കുടുംബത്തിനെ സംബന്ധിച്ച് 2.5 കോടി നിസ്സാരം. അതല്ലെങ്കിൽ അവർക്കറിയുന്നുള്ള സുഹൃത്തുക്കളെ എത്രയോ വ്യവസായികളുണ്ട്, അവരെ കൊണ്ട് പൈസയും കടപ്പിച്ച പ്രശ്നം തീരും. പക്ഷേ ഈ വെല്ലുവിളിക്കാനും ഈ പഴയ കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ ഇവരെ ആക്രമിക്കാൻ ഇറങ്ങിയതൊക്കെയാണ് ഇപ്പം അവർക്ക് വലിയ വിനയെ തീർന്നിരിക്കുന്നത്. ഏതായാലും ഈ പെട്ടിക്കട ബിസിനസ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം തന്നെ നടത്തേണ്ടതുണ്ട്.